എല്ലാ സ്കിറ്റുകളുടെ ഉത്തരവാദിത്വം എടുത്ത് നമുക്ക് സംസാരിക്കാനൊക്കെ അല്ലേ. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് ചൂണ്ടിക്കാണിച്ചാൽ ഇപ്പൊ അതിന് വ്യക്തമായ മറുപടി ചെയ്യുന്നല്ല. നിങ്ങൾ കലാകാരൻ നിങ്ങളെ കുനിഞ്ഞ് നിന്ന് ഞാൻ ഓർക്കുന്ന ഇവരുടെ സ്ക്രിപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കുനിഞ്ഞ് പറയുന്ന കാരണം അയ്യോ ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ടിൽ പശ്ചാത്തല സംഗീതം ഇട്ടോ, ഓ ഇത് കണ്ടിട്ട് ഞാനങ്ങ് വീണ് പോവാ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടും ഇതൊക്കെ പിള്ളേർ കാണുമ്പോഴോ ഈ സ്ത്രീകള് വെച്ച് കാണുമ്പോൾ നിങ്ങളൊരു നിലവാരം പുലർത്തുന്ന പരിപാടികൾ നിങ്ങൾ നല്ല കലാകാരൻ മറുപടി നിങ്ങൾക്ക് നല്ല സംശയം വേണ്ട മനുഷ്യ സഹജമാ. നിങ്ങൾക്ക് നല്ല കോമഡി എടുക്കാം. ഇതിന്റെ ഇതെന്താണെന്നറിയോ, ഈ പറഞ്ഞ സംഭവം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇത് സമ്മതിക്കാൻ എല്ലാവർക്കും ഇതെന്താണെന്നറിയോ മറ്റുള്ളവർ കാണുന്നു. അപ്പൊ എല്ലാവർക്കും അവരവരെ മാന്യത കീപ്പ് ചെയ്യണം. വിമർശനം ഉൾക്കൊള്ളുന്നു സാറേ. ഈ വിമർശനം ഉൾക്കൊണ്ടുവന്നെ പുതിയ പുതിയ സ്കിറ്റുകൾ ഉണ്ടാക്കുന്നില്ല സാറേ. ഇപ്പോഴത്തെ സ്കിറ്റ് ഉണ്ടാക്കുന്നതിനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് പരിധികളുണ്ട്. ആ പരിധിയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഗ്രൂമേഴ്സ് നമുക്ക് സബ്ജക്റ്റുകൾ എഴുതുന്നത്. ആ സബ്ജക്റ്റിനെ നന്നായി ഗ്രൂം ചെയ്തിട്ട് ദ്വയാർത്ഥങ്ങൾ ഒഴിവാക്കി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ സിനിമയാണ് പുലിമുരുകൻ. പുലിമുരുകൻ എന്ന സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാൽ സാറ് ഒരു കുടിലിനകത്ത് നിന്ന് ഇറങ്ങി വന്ന് തോർത്ത് വിയർത്ത് കുളിച്ച് ഇറങ്ങി വരുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇവിടുത്തെ ആബാലവൃത്തം ജനങ്ങളും പോയി കണ്ട സിനിമയാണ്. ആ സിനിമ സൂപ്പർ ഹിറ്റാണ് ഇവിടുത്തെ. ആരും മിണ്ടിയില്ലല്ലോ. അതിന് മറുപടി പറഞ്ഞോട്ടെ. സിനിമ എന്ന് പറയുന്നത് നമ്മള് കുടുംബം ഒന്നിച്ച് ഒരു പക്ഷേ നമ്മൾ 18+ ഓപ്ഷൻസ് ഉണ്ട്. അല്ലല്ല അതല്ല നമ്മള് കേറി സിനിമ തുടങ്ങുമ്പോൾ ലൈറ്റ് ആണ്. അതാ കാര്യം. നമ്മള് അടുത്തിരിക്കുന്ന ആളെ കാണണ്ട, അടുത്തിരിക്കുന്ന ആളുടെ മുഖമല്ലാതെ നമ്മൾ അറിയത്തില്ല. അതാ കാര്യം. മറ്റേത് TV വീട്ടിലാണ് കാണുന്നില്ല, ലൈറ്റ് എല്ലാം കിടക്കുക. എന്ന് വീട്ടിൽ ഈ TV ഓൺ ആകുമ്പോൾ ലൈറ്റ് അണയുന്നു, അന്ന് ഈ പ്രശ്നമൊക്കെ. അതന്നെ ഞാൻ പറയാൻ വന്നത്. അത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഫാമിലി ഒത്ത് കുട്ടികളൊത്ത് പോകണോ വേണ്ടോ നമുക്ക് നിശ്ചയിക്കാം. TV കാണുന്നത് പക്ഷെ കുടുംബത്ത് ഇരിക്കുമ്പോഴായിരിക്കും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഇതുപോലെ സീക്വൻസ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാനോ മ്യൂട്ട് ചെയ്യാനോ പറ്റില്ല. സിനിമ നമുക്കറിയാം, വേണമെങ്കിൽ പോയാൽ മതി. ഞാൻ പറഞ്ഞത് റിമോട്ടൊക്കെ അടുത്ത് തന്നെ വെച്ചേക്കണം. പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല. ഒരു സേഫ്റ്റിക്ക് റിമോട്ടൊക്കെ അടുത്ത് തന്നെ വെക്കണം. അതവർ വെക്കുന്നില്ല. അതാണ് പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.